ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ല ഗുണം ചെയ്യുന്ന ഒരു സൂപ്പിന്റെ റെസിപ്പി ആയിട്ടാണ്. മട്ടൺ സൂപ്പ്. ഇത് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു സൂപ്പാണ്. ഇത് നമുക്ക് ചുമയും ജലദോഷവും ഒക്കെ വരുമ്പോൾ കുടിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പാണിത്. നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാനിത് പ്രഷർ കുക്കറിലാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് 15 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിന്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. Please subscribe this channel and press on the bell icon for the latest updates. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: മട്ടൺ 200 ഗ്രാം, ചെറിയ ഉള്ളി 10 എണ്ണം, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില 1 തണ്ട്, മല്ലിയില 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 എണ്ണം, തക്കാളി 1 എണ്ണം, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകം 1/4 ടീസ്പൂൺ, വെള്ളം 4.5 കപ്പ്, നെയ്യ് 1/4 ടീസ്പൂൺ. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിന്ന് ഇത് തയ്യാറാക്കാൻ പോകുന്നത് കുക്കറിലാണ്. നിങ്ങൾക്ക് കുക്കറിലല്ലെങ്കിൽ സാധാരണ പാനിൽ തയ്യാറാക്കിയാലും മതി. പക്ഷെ പാനിൽ തയ്യാറാക്കുമ്പോൾ മട്ടൺ വെന്ത് വരാൻ കുറെ കൂടി ടൈം എടുക്കും. കുക്കറിലാണെങ്കിൽ നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റും. 10-15 മിനിറ്റ് മതിയാവും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സൂപ്പ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് എല്ലോട് കൂടിയ കഷ്ണങ്ങളാണ്. അപ്പൊ 200 ഗ്രാം മട്ടൺ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് 10 ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചതച്ചെടുക്കുമ്പോൾ നല്ലപോലെ ചതച്ചെടുക്കുക, ഇല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ചെറിയ ഉള്ളി ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ടേസ്റ്റും കൂടുതൽ ഗുണങ്ങളും കൂടുതൽ ചെറിയ ഉള്ളിക്കാണ്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താലും മതി. ഇനി 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ച് ചേർക്കുക. ഇനി 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകത്തിന്റെ പൊടി ഉണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ പെരിഞ്ജീരക പൊടി ചേർത്താലും മതി. ഇപ്പൊ ജീരകത്തിനും പെരിഞ്ജീരകത്തിന്റെ പൊടി കയ്യിലില്ലെങ്കിൽ 1/2 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്താലും മതി. ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml ആണ്. വെള്ളം കൂടിപ്പോവുകയും ചെയ്യരുത്, കുറഞ്ഞു പോവുകയും ചെയ്യരുത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അടച്ചു വെച്ചിട്ട് ഞാൻ 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുകയാണ്. ഈ വിസിലിന്റെ എണ്ണം നമ്മുടെ കുക്കറിനെ അനുസരിച്ചിരിക്കും. ഇത് നല്ലപോലെ വെന്ത് വരണം. ഇപ്പം 5 വിസിൽ വന്നിട്ടുണ്ട്, പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യും വേണമെങ്കിൽ ചേർത്താൽ മതി, പക്ഷെ നെയ്യ് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് നോക്കുക. ഇനി ഇത് സർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ മട്ടൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ അളവിൽ കുരുമുളകും ഉപ്പും ജീരകപ്പൊടിയൊക്കെ ചേർക്കുക. പക്ഷെ ചിലർക്ക് എരിവും ഉപ്പും ഒക്കെ കൂടുതൽ വേണ്ടി വരും. അപ്പം വിളമ്പുന്ന സമയത്ത് കുരുമുളകും ഉപ്പും കൂടി കൊടുത്താൽ മതിയാകും. നമ്മൾ ഹോട്ടലിൽ നിന്ന് സൂപ്പ് വാങ്ങുമ്പോഴും അവരും അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിപ്പോൾ സൂപ്പ് അരിക്കാതെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിലുള്ള തക്കാളിയും ഉള്ളിയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ക്ലിയർ സൂപ്പാണ് വേണ്ടതെങ്കിൽ നമ്മൾ വെള്ളം അരിച്ച് മാറ്റിയെടുക്കുക, പിന്നെ കഷ്ണം മാത്രം ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.